അപ്പോൾ ജീവനുള്ള ദൈവം നിന്നെ കൈവടിയുമ്പോൾ ഉള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട് മാറാൻ തയ്യാറല്ല, മാറാൻ നോക്ക്. അതിന് ചത്ത് കഴിഞ്ഞിട്ട് മാറാൻ പറ്റുമോ? ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ആത്മാവ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇത് ദേഷ്യപ്പെട്ട് പറയാമെന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ടല്ല പറയണം. ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷനിലാവില്ല. ഞാൻ പറഞ്ഞു ദേഷ്യപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു 10 മണിക്കൂർ ഞാൻ പ്രസ്താവിച്ചോട്ടെ. ഞാനിത് ഇവിടെ നിന്നിട്ട് പറഞ്ഞു ഞാൻ വെള്ളം പോലും കുടിക്കണില്ല, അവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്, ഞാൻ കുടിക്കണില്ലേ. ഇപ്പം ബൈക്ക് ഒരു 10 മണിക്കൂർ ഓടിച്ചോട്ടെ, ഗിയർ മാറ്റേണ്ടി വരും, ട്രാഫിക് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, കാർ ഓടിച്ചോട്ടെ, അവിടെ ഇവിടെയും അതിൻ്റെ സൈഡിൽ സ്ലാബ് നിൽക്കുന്നുണ്ട്, അവിടെ അരികത്ത് മുട്ടാൻ നിൽക്കണാൻ മുട്ടിക്കില്ല ഞാൻ. ആ രീതിയിൽ ഞാൻ പ്രസ്താവിക്കും. 100 കിലോമീറ്റർ MPH പോയിക്കോട്ടെ, ഞാൻ നല്ല ആ കോൺസെൻട്രേഷൻ 10 മണിക്കൂർ പ്രസ്താവിച്ചോട്ടെ. അതാണ് ദേഷ്യം വരാത്തതിൻ്റെ ലക്ഷണം. അത് മനസ്സിലാക്കി ഞാൻ ഫുൾ കോൺസെൻട്രേഷനിലോ സ്റ്റിയറിങ് എവിടെ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാം, ആരെന്നെ തോണ്ടിയെന്ന് 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് തോണ്ടി നമ്പർ ചോദിക്കാനാ. ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കുന്നുണ്ട്, എല്ലാവരുടെ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നടക്കണേ. അതറിയാം നിങ്ങൾക്ക്? ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി ഒരു ഏതെങ്കിലും ആയിക്കോട്ടെ, ഒന്ന് തോണ്ടി ഹാരിസ് എന്ന് വിടാ, ഒന്ന് വാ, അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, സോഷ്യൽ വാക്ക് പറഞ്ഞോട്ടെ, അതും മുഖത്ത് നോക്കി പറയാൻ അറിയില്ല. തോണ്ടി ഒന്ന് സംസാരിക്കുക. എന്നിട്ട് നാണം അവർ തേവടിച്ചുകൾക്ക് മുമ്പിൽ നടന്ന സാധനങ്ങൾക്ക് സ്വന്തം ഭാര്യ വരെ മനസ്സിലാക്കി നീ മുമ്പിൽ നടന്നിട്ട് ഈ മക്കളെ ഉണ്ടാക്കി വെച്ചാണ്. നിന്റെ മക്കളൊക്കെ പൊണ്ണത്തടിയന്മാരായി വിരൂപരായിട്ട് കുറച്ച് വരുമ്പോഴേ ഇപ്പോഴത്തെ മെലിഞ്ഞ ശരീരം ചിന്തിക്കണ്ട. ഞാനാണ് അങ്ങനെയല്ല. നീയൊക്കെ നിന്റെ വായ ചീത്തയാക്കി ഇത്ര ആൾ പറഞ്ഞിട്ട് നിന്റെ മോന്ത എൻ്റെ മുഖത്തേക്ക് നോക്കി ഇതുപോലെ നിൽക്കാൻ തന്നെ അറപ്പ് തോന്നില്ല നിനക്ക് സ്വയം? തമ്മിൽ കുഴിച്ചാടില്ല. നിന്റെ ഭാര്യ മനസ്സിലാക്കട്ടെ, നീ ചെറുപ്പത്തിലൊക്കെ ഊമ്പി നടന്നിട്ടാണ് പരസ്പരം ഇങ്ങനെ വളർത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് മക്കളെ. ഭാര്യയ്ക്ക് പേരിനൊരു ഭാര്യ, നിന്റെ ഭാര്യ എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ഞാൻ പല വർഷം പറഞ്ഞു. എന്നിട്ട് ശോഷിച്ച വാക്ക് പറഞ്ഞ് നടന്ന് ഹിന്ദി ഇവിടെ പറയണല്ലേ. എന്നിട്ട് അവർ തോണ്ടിയാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തോണ്ടിയെന്ന് ഹാരിസ് അങ്ങോട്ട് ശോഷിച്ച വാക്ക് പറഞ്ഞോട്ടെ. അതും പറയണില്ല. 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒന്ന് തോണ്ടിയിട്ട് ഹാരിസേന്നൊന്ന് വിളിക്കാൻ, അയ്യോ ഒന്ന് ഷോർട്ട് ഫോം വിളിച്ചോ, ഹാരി എന്തെങ്കിലും വേറെ ഒന്ന് വിളിച്ചോട്ടെ, ഒന്നും വിളിക്കാൻ ധൈര്യമില്ല. ഉണ്ടാക്കി പറയിപ്പിച്ചാൽ മാത്രം പറയും, എന്നാലും പറയില്ല. ഇപ്പം പറയണ പോലെ ഒന്ന് ആശംസ ചെയ്യുക എന്ന് അത് മനസ്സിലാക്കുള്ള ബുദ്ധി കാണിക്കുക. എന്നിട്ട് ഞാൻ വല്ല കുലുക്കണ്ടായ ഞാൻ പറയും, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വാ ഞാൻ പറഞ്ഞ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടടാ വീട്ടി. ഞാൻ എൻ്റെ കാര്യം നോക്കി തോണ്ടണല്ലേ, തോണ്ടിയാൽ ഭക്ഷണം എല്ലാം മനസ്സിലായില്ല. ഞാൻ സംസാരിക്കണവരോട് സംസാരിക്കും. പക്ഷെ ഇങ്ങോട്ടില്ല, നാണാവല്ലോടെ വെട്ടി. ഏതോ വെട്ടീനെ ഓർത്തിട്ട് കുറേ വിരൂപരായ കുരുട്ട് സാധനങ്ങളും കുറേ മിണ്ടാണ്ടിരിക്കും അവരോടൊക്കെ ചെന്ന് വേണ്ടു. ഡ്രഗ്സ് അടിച്ച് നടക്കണവരോട് മിണ്ടുന്നത് എന്നിട്ട് കുറേ നടക്കേണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ. ഞാനേ എല്ലാം മനസ്സിലാക്കിയിട്ട് വെച്ച് നടക്കണം, മനസ്സിലാവുണ്ട്. 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒരു 8, 9, 97, 98 ഒരു ഗോവയുടെ പ്രതിച്ഛായ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹിന്ദി ആർക്കും ഇങ്ങനെ തോണ്ടി ഒന്ന് സംസാരിക്കാൻ പറ്റണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറയാം, യു ആർ ഗ്രേറ്റ് പേഴ്സൺ ഇൻ വേൾഡ്, യു ആർ വെരി ഫണ്ണി ഇൻ പേഴ്സൺ ഇൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ സംസാരിക്കണം. അല്ലാണ്ട് ആ വാക്ക് പറഞ്ഞ് തിരിച്ചാൽ പറയണ്ട. അതാണ് സ്ട്രെങ്ത്തിൻ്റെ അർത്ഥം. ഇത്ര നേരം ഈ വാക്കുകൾ നാവുകൊണ്ട് വൃത്തികേട് ഉപയോഗിച്ചിട്ട് ഭാര്യയും ഭർത്താവിൻ്റെയും വ്യത്യാസം അറിയാണ്ട് ഓരോന്ന് പറഞ്ഞ് സ്വന്തം വില കളഞ്ഞ് നിങ്ങൾക്ക് നാണം അവരുടെ വീട്ടി. ഇനി എന്തിനാണ് നിങ്ങൾ ജീവിക്കണേ? ഞാൻ പറയും, സ്വന്തമായിട്ട് ഞാൻ നല്ല വിലയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഏത് കുമ്മൊട്ടിയും കോഹലാൽ പോലത്തെ കുരുട്ട് മോന്തകൾ മാമുക്കോയ എന്ന് പറയടി. അതിനെ മാമുക്കോയനെ ഇവിടെ ഇരുത്തി നോക്കേ. മാമുക്കോയ കുറേ ഗുഡ്കിയും ബീഡി വലിച്ചടക്കം മമ്മൂട്ടി എല്ലാത്തിനും വെട്ടികൾക്കും ഷൂർക്കാനും കുറേ വെട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാനായി കുറേ പേരുണ്ടായി. ഇരിപ്പ് ഞാൻ ഇതുവരെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നീ കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ 2 വെട്ടി അങ്ങനെ ഒരു ഇരിപ്പ് ഞാൻ ഇരുന്നിട്ടില്ല ഇതുവരെ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞു തോണ്ടി ഒന്ന് സംസാരിക്കാൻ ഒന്ന് വേറെ പറഞ്ഞോ എന്ത്. പക്ഷെ അതും പറയാൻ പറ്റണല്ലേ. ഒരു 75 ഒരു വൃത്തികെട്ട ബോയ്സ് എൻ്റെ ഇതിലുണ്ടായിരുന്നു ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് വെട്ടി? ഈ 75 ബോയ്സ് ഒരു ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വേറെ എത്ര ബോയ്സ് ഉണ്ടോ? അപ്പോൾ ഒരു 400 ബോയ്സ് എങ്കിലും ഉണ്ടോ? പെൺകുട്ടികൾ വേറെ. പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ ഒന്ന് തോണ്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ? ഒന്നും പറ്റണല്ലേ. ഈ ക്ലീശും കുമ്മുട്ടി പോലത്തെ വെട്ടികൾ ഇത് തന്നെയായിരുന്നു. കുട്ടിക്കും കഴിച്ച് കുറേ തന്നെ കൂടെ തോളത്തും കൈയിട്ടിട്ട് ഇല്ലാണ്ടായവരാണ്. ഇല്ലാണ്ടാവാൻ നിൽക്കണവർ. അവർ ചാവണ മുമ്പേ വിവരമുള്ള സംസാരം വരും അവരുടെ വായുന്നത്. പറപ്പിച്ചല്ലാണ്ട് 2 മണിക്കൂറിന് വേണ്ടി നാണ് അവളുടെ വീട്ടി.
അതുപോലെ ഞാൻ ഫുൾ കൺട്രോളായിരിക്കുന്നു. കാർ ഓടിക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ നിന്ന് പറയാൻ പറഞ്ഞു വിചാരിച്ചു. ഒരു ദിവസം ഉറങ്ങി ഉച്ചയ്ക്കും രാവിലെയുടെ കാര്യമല്ലേ പറയണേ, ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും രാത്രി ഉറങ്ങേണ്ട നേരത്ത് 11 മണി തൊട്ട് ഒരു 6 മണി വരെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇരിക്കോ മുട്ടുകുത്തോ എന്തെങ്കിലും ചെയ്താ കാല് കഴിക്കണ്ട് ഞാൻ നോക്കണില്ലേ. എന്നിട്ട് ഞാൻ വിവരമുള്ള സംസാരം ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നേ. വെള്ളം ഹാഫ് അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ വെള്ളം കുടിക്കാൻ പോയാ 7-8 മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നാൽ 11 മണി തൊട്ട് 6 മണി വരെ എത്ര മണിക്കൂറുണ്ടോ? എന്നിട്ട് ഞാൻ അവസാനിച്ചപ്പോൾ എല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ വെള്ളം ഒരു ഹാഫ് ഗ്ലാസ് കുടിച്ച് 6:30 കിടന്നുറങ്ങി. രാവിലെ നേരെ വെളുത്തപ്പോൾ ഒരു 9:30 എഴുന്നേറ്റു. അപ്പോൾ അപ്പോഴേ മനസ്സിലായിക്കോട്ടെ എനിക്ക് ഉറക്കമൊരു പ്രശ്നമല്ല എന്ന്. എനിക്ക് 2 ദിവസം ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. 5 ദിവസം ഞാൻ ഉറങ്ങാണ്ട് കിടന്നുണ്ടല്ലോ. ഓർമ്മയുണ്ടോ? 2000 കൊറോണ വരണേ മുമ്പ്. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി നോക്ക്, പിന്നോട്ട് പോയി നോക്ക്. 5 ദിവസം ഞാൻ അടുപ്പിച്ച് August 2 തൊട്ടാന്ന് തോന്നുന്നു കൊറോണ വരണോ. 2018 5 ദിവസം ഉറങ്ങാണ്ട് കിടന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണം, നല്ല പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്നിട്ടും ഞാൻ കോൺസെൻട്രേഷൻ കാർ ഓടിക്കുകയാണെങ്കിൽ ബൈക്ക് ഓടിക്കുക കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. 5 ദിവസം ഉറങ്ങാണ്ട് ഞാൻ ഒരു എത്ര 9 മണിക്കൂർ കാർ ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഓടിക്കുമല്ലോ. അതെന്താ എനിക്ക് പറ്റണേ? ആരെയും എന്നോട് പറഞ്ഞിട്ടാണോ നീ ഓടിച്ച് സ്ട്രെങ്ത് പകർന്നു കൊടുത്തു? എപ്പോൾ തന്നെ പറഞ്ഞു അതിന് തോണ്ടി ഇങ്ങനെ സംസാരിക്കണല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നും മോളെ തോണ്ടി ഹാരിസാന്ന് വിളിക്കുക. എന്നിട്ടും ഞാൻ എൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കണ്ടല്ലോ. ബൈക്ക് ഓടിക്കുകയോ 10 മണിക്കൂർ കാർ ഓടിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനിപ്പോൾ എന്താ കാറും ബൈക്ക് ഓടിക്കാത്ത? ഞാൻ പറഞ്ഞ എനിക്ക് അതിനോട് കമ്പല്ല. ഞാൻ പറഞ്ഞു ഉപയോഗിക്കാത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യർക്ക് നടപ്പോൾ ക്യാമറയുടെ ആവശ്യമില്ല എനിക്ക്. എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത? ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വായ തുറന്ന് ചോദിക്കും. വെഡ്ഡി ക്യാമറയുടെ ഗോഷ്ടിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പം തന്നെ പറഞ്ഞു തീർന്നുള്ളൂ. നിങ്ങൾ മറവി രോഗം ഉണ്ടെങ്കിൽ അതെടുത്ത് ഒന്നുകൂടിയും റെക്കോർഡ് ചെയ്ത് എടുത്തു നോക്ക്. ഇപ്പം ഞാൻ കാറും ബൈക്ക് ഓടിക്കാത്ത? എനിക്ക് അതിനോട് കമ്പല്ല. എന്തുകൊണ്ടാണ്? ഈ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനോട് എനിക്ക് കമ്പല്ല. നേച്ചറിലേക്ക് വിടാം. പിന്നെ ഒരു കാര്യം പറയുള്ളത്, ഈ എന്താ പറയുക, ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞു. അത് ഈ കാർ ഓടിക്കണ രീതി. അപ്പം ഞാൻ നടക്കണം. മനുഷ്യർക്ക് നടക്കണം ഇല്ലേ? നടന്നു കഴിഞ്ഞാൽ കുറേ എനർജി, കുറേ ലൈഫ് ലോങ് ജീവിക്കാം. എന്തൊക്കെ രോഗം ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഒരു 90 വയസ്സൊക്കെ ജീവിക്കാൻ പഠിക്കും. ഒരു 50 വയസ്സിൽ ചാവാണ്ട്, 40 വയസ്സിൽ ചാവാറുണ്ട്, ഒരു 60 വയസ്സിൽ ചാവാണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിക്കും. ഞാനാണെങ്കിൽ ആരുടെ സഹായം ചോദിക്കാണ്ട് കാശില്ലെങ്കിലും ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ 8 കിലോമീറ്റർ നടക്കുകയാണെങ്കിലും അതുപോലെ നടന്നു വരും. കൂങ്കുളൂർ ഒരു വൃത്തികെട്ട സ്ഥലം ഉണ്ടായിരുന്നല്ലോ. അന്ന് എനിക്കൊരു തലയിൽ തേക്കാൻ എണ്ണ മേടിക്കാനായിട്ട് ഞാൻ 23 കിലോമീറ്റർ അടുപ്പിച്ച് നടന്നല്ലോ ഉച്ച നേരത്ത്. അതെന്താ എനിക്ക് മാത്രം പറ്റണേ? കാലിങ്ങനെ ഇങ്ങനെ ഒരു തരം കോച്ചി പിടിക്കാറായി. എന്നിട്ട് ഞാൻ നടന്ന് അവിടെ വരെ എത്തിയല്ലോ. ഫുള്ള് ഞാൻ സ്ഥലങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണല്ലേ. ആ വഴി ഫുള്ള് നടന്ന് അവിടെ ഹൈവേ ഫുള്ള് എത്തിയിട്ട് അവിടെ വരെ എത്തിയില്ലോ ഞാൻ. എൻ്റെ തിരിച്ച് നടക്കുക ചെയ്യണേ. ചെറിയൊരു ബസ് കയറി അടുത്തേക്ക് എത്തി. എല്ലാം മനസ്സിലാക്കിയിട്ടും എന്നിട്ടും വിഡ്ഢിത്തം പറയണ വിഡ്ഢികളുടെ വായിൽ കേൾക്കുമ്പോൾ ഞാൻ തിരിച്ച് ആ വിഡ്ഢി വാക്കാണോ പറയണേ? അത് മനസ്സിലാക്കാൻ പഠിക്കും. ഈ കൂങ്കുളൂർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. എനിക്ക് പറഞ്ഞു എത്ര അരോചകമാണ് അങ്ങനെയുള്ള ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കണ വിഡ്ഢികൾ. ഞാൻ പറയാം, എന്തിനും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കേണ്ടത് ചോദിക്കുക തന്നെ ചെയ്യും, പറയുക തന്നെ ചെയ്യും.